ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് പെട്ടെന്ന് എനിക്ക് വീട് വരെ വരേണ്ടി വന്നു. എന്താ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്നല്ലേ. അപ്പം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ദേവൂട്ടി അനുവാണ് ഈ താഴെ കിടന്ന് ഉറങ്ങുന്നത്. ദേവൂട്ടി ഉണർന്ന് കിടക്കുന്നതാണ്, പക്ഷേ എന്നോട് മിണ്ടുന്നുണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ കൂട്ടാണ്ട് പോകുന്നതുകൊണ്ടാണ്. കുറച്ച് ദൂരം നമുക്ക് പോകാനുണ്ട്. അപ്പം ദേവൂട്ടിനെയും കൂട്ടി പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും കൂട്ടുന്നില്ല, ഞാനും ചേച്ചിയും മാത്രമാണ് പോകുന്നത്. അപ്പം നമ്മളൊരു 6:30 ആകുമ്പോഴത്തേക്ക് റെഡിയായി നിന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ രാവിലെ തന്നെ. പിന്നെ നമ്മൾ മഴ കുറയാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോക്ക് നടക്കില്ല. അതുകൊണ്ട് പിന്നെ ആ മഴയെ തന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ ഇതാ ഫുള്ള് വെള്ളം തന്നെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലായിടത്തും വെള്ളം തന്നെയാണ്. അതുകൊണ്ട് ഞാനൊരു ഫ്രോക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കയറ്റി പിടിച്ചിട്ട് ഞാൻ പോവുമെന്ന്, അല്ലെങ്കിൽ പിന്നെ ഫുള്ള് നനയും. അങ്ങനെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിലേക്കൂടി, അപ്പോൾ ഇപ്പുറത്തെ വഴിയിലേക്കൂടി വരുന്നത് ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടാവും അല്ലേ. ഇത് നമ്മളെ ഇളയമേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ നമ്മളെ മുന്നിൽ ഫുള്ള് കണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം. അപ്പം വെള്ളമൊന്നും അല്ല, ഭയങ്കര ചളിയും വെള്ളവും അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ നടക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ വ്യൂ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. സൈഡിൽ കണ്ടത്തിൽ വെള്ളവും നല്ല പച്ചപ്പും എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അങ്ങനെ ആ കൊടിയെല്ലാം പിടിച്ചിട്ട് പിന്നെ നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പോകുന്നത് നമ്മൾ അനീഷേട്ടൻ്റെ ഓട്ടോയിലാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ അതിന് ഓട്ടോ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ പിന്നെ ആ ചുഴലിയിലേക്ക് വിളിച്ച സമയത്ത് ആടെല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിനെന്ന് പറഞ്ഞിനെ. അപ്പം അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ മടപ്പുരക്കിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് എന്നിട്ട് പ്രതിയായിട്ട് എന്നോട് വീഡിയോ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ആ വീഡിയോ എൻ്റെ ഫോണിലുണ്ട്, ഞാൻ നോക്കിയിട്ട് ഇടിയടെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇളയമേരെ വീട്ടിലെത്തി. എല്ലായിടത്തും വളപ്പിലും എല്ലാം ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുവാന്ന് കേട്ടോ. ഇനി മഴയത്ത് ഇറങ്ങാമെന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു മടിയാണ്. ഇങ്ങനെ ഒന്നാമത് ഇതുപോലെയുള്ള യാത്രയെല്ലാം മഴയത്താകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ആകെ നനഞ്ഞ്. എന്തായാലും പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് ഇന്ന് തന്നെ പോകേണ്ട കാര്യമാണ്. അങ്ങനെ എന്തായാലും ഇതാ നടന്ന് ഇടാ ഇളയമേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും ചേച്ചിയല്ലേ ഇതാ വണ്ടി ഇടിയാണ് കേട്ടോ വെക്കൽ. കുറച്ചപ്പുറത്തെ ഒരു വീട്ടിലാണ് വെക്കലുണ്ടായിന്. പിന്നെ അടുത്തേക്ക് ഇപ്പോൾ റോഡ് എന്തോ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇളയമേരെ അടുത്താണ് കേട്ടോ വെക്കൽ. പിന്നെ നമ്മളടുത്തേക്ക് പിന്നെ റോഡൊന്നും ഇല്ലല്ലോ വണ്ടി കൊണ്ട് പോകണമെങ്കിൽ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഓട്ടോ കയറാൻ പോവുകയാണ്. ചേച്ചി അതാ പാൻറ്റെല്ലാം കയറ്റുന്നുണ്ട്, കാരണം ആ മുന്നിൽ ഭയങ്കര വെള്ളമാണ് കേട്ടോ, വെള്ളവും ചളിയുമായിട്ട്. പിന്നെ എന്തായാലും പതുക്കെ ഞാൻ നടന്നു. ഒരു പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ വീകേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അത് വീഡിയോ എടുത്ത് നടന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഞാൻ വീണിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ചേച്ചി എന്നോട് പറയാന്ന് പെട്ടെന്ന് വാ, പിന്നെ ലേറ്റ് ആവും. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ പതുക്കിയല്ലേ നടക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു വേഗം വാ, അനീഷേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോ എടുത്തിട്ട്. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നേരം വൈകുമെന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്നോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പോവാണ്. ദേവൂട്ടി മിണ്ടാത്തത് കൊണ്ട് എനിക്കൊരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ രാവിലെ എണീറ്റിട്ടോളം ഒന്നും മിണ്ടുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ അമ്മയോട് മിണ്ടൂലാന്നോ അമ്മേനോട് കൂച്ചില്ല എന്നെല്ലാം പറയും കേട്ടോ. ഇതൊന്നും മിണ്ടുന്നില്ല, ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കിടക്കലായിരുന്നു. പക്ഷെ തലേനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനെ മോളെ കൂട്ടൂല. അപ്പൂട്ടനും ചെറുതായിട്ടൊന്ന് കുഴപ്പമാക്കിയിനി, ഓനും വരുന്നതെന്നും പറഞ്ഞിട്ട് തലേ ദിവസം. പിന്നെ നമ്മൾ പറഞ്ഞില്ല നിങ്ങളെ കൂട്ടൂല, ആരെയും കൂട്ടുന്നില്ല, നമ്മൾ മാത്രം പോയി വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി എന്നോട് പിന്നെയും പറയാന്ന് പെട്ടെന്ന് വാന്ന്. അങ്ങനെ ഞാൻ എൻ്റെ നടത്തം കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ. അന്നേരം മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ നേരെ പോവുകയാണ്. എടുത്തേക്ക് ഞാൻ പറയാട്ടോ വഴിയെ. നിങ്ങൾക്ക് ഇതുപോലെ ഈ മഴക്കാലത്ത് രാവിലെ എണീറ്റിട്ട് എടുത്തേക്കെങ്കിലും പോകാനെല്ലാം ഇഷ്ടമാണ്? എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ശരിക്കും നല്ല മൂടി പൊതിച്ച് കിടന്നുറങ്ങേണ്ട സമയമല്ലേ അല്ലേ? ഈ നല്ല മഴയത്ത് പൊലിച്ചക്കെല്ലാം എണീറ്റിട്ട് ഭയങ്കര എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം വരുമ്പം പിന്നെ എണീക്കാണ്ട് വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ എന്തായാലും നമ്മളിതാ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഫുള്ള് വെള്ളമാണ് കേട്ടോ. നിങ്ങൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വാ.
വണ്ടികളെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ച സ്ഥലം കാണുമ്പം ചിലപ്പം ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയതെന്ന്. അതന്നെ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പോകുന്നത് ട്രെയിനിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ. ഇനിയിപ്പോൾ അറിയേണ്ടത് നമ്മൾ ഇടത്തേക്കാണ് പോകുന്നതെന്നല്ലേ, അതും പറയാട്ടാ. അപ്പോൾ ചേച്ചി വേഗം പോയിട്ട് ഇതാ ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. നമ്മളപ്പോൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണേ പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് അടുത്താണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തലേ ദിവസമേ വന്നത്. അപ്പോൾ ചേച്ചീൻ്റെ ഒരു ആവശ്യത്തിന് ചേച്ചീൻ്റെ കൂടെ പോകുന്നതാണ്. അപ്പോൾ ഇത്രയെല്ലാം ഭയങ്കരമായിട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ സംഭവത്തിന് പോകുന്നതാണെന്നല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ പോകുന്നത് മംഗലാപുരത്തേക്കാണ്. മംഗലാപുരത്ത് പല്ലിൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. ചേച്ചി മുന്നേ അവിടെ കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അന്ന് വേറെ കസിൻ്റെ കൂടിയല്ലാന്ന് കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പോൾ കാണിച്ചു തരാം. ചേച്ചിക്ക് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് 17-ാം തീയതിയാണ് ഡേറ്റ് കൊടുത്തത്. അപ്പോൾ ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചുഴലിയിൽ നിന്ന് പയ്യന്നൂരേക്ക് വന്നത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യലായിരുന്നു. 7:20 അങ്ങനെയായിട്ടുമായിരുന്നു കേട്ടോ ട്രെയിനിൻ്റെ സമയം. പക്ഷേ ലേറ്റ് ആയിരുന്നു ട്രെയിൻ. എല്ലാ ട്രെയിനും ഏകദേശം, ചില ട്രെയിനെല്ലാം 1 മണിക്കൂർ ലേറ്റാണെന്നെല്ലാം അവിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ പിന്നെ ആ ട്രെയിനെല്ലാം ലേറ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ ഏകദേശം ട്രെയിൻ വരാനായി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അമ്മേനെ ഫോൺ വിളിച്ചു കേട്ടോ, ദേവൂട്ടീൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ട്രെയിൻ വരുന്നുണ്ട്. കാരണം നമ്മളെ വീട്ടിൻ്റെ മുന്നിലേക്കൂടിയാണല്ലോ ട്രെയിൻ വരുക, കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ വരുമ്പോഴത്തേക്ക് തന്നെ ഇതാ വന്ദേ ഭാരതും പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക്. വന്ദേ ഭാരതിന് പയ്യന്നൂർ സ്റ്റോപ്പില്ല, കണ്ണൂരേ സ്റ്റോപ്പില്ലു. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ, മംഗലാപുരത്തേക്കുള്ള ട്രെയിനാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനി എന്നാലും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് പുറകിലോട്ടേക്ക് നടന്നിട്ട് പുറകിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിന്. അതുകൊണ്ട് നമുക്ക് സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അന്ന് കാസർഗോഡ് ജില്ലയിൽ പിന്നെ അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കളക്ടർ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കില്ല ഇപ്പം കുട്ടികളായാലും പിന്നെ ടീച്ചേഴ്സായാലും അങ്ങനത്തെ ആൾക്കാരെല്ലാം കുറവായത് കൊണ്ടായിരിക്കാം നമുക്ക് സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി ഞാൻ പറഞ്ഞില്ലേ വേറെ കസിൻസും ഉണ്ടായിന്. അപ്പോൾ അവരെല്ലാം കൂടെ പോയ സമയത്ത് അവർക്ക് സീറ്റ് കിട്ടിയിട്ട് ഉണ്ടായിട്ടായിട്ട് അവർ നിന്നിട്ടാണ് പോയിനെന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ നമ്മളും തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷെ പെട്ടെന്നാണ് രാവിലത്തേക്ക് കാസർഗോഡ് അവധിയാണെന്ന് പറയുന്നത് കേട്ടെ. അതുകൊണ്ടായിരിക്കാം വലിയ തിരക്കുണ്ടായിട്ടില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടായാലും ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടാണ് പോയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ആടെ എത്തിയിട്ട് കഴിക്കാമെന്ന്. വീട്ടിൽ നിന്ന് നമ്മളൊരു 6:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്ര രാവിലെ ഒന്നും എന്തായാലും ഫുഡ് നമുക്ക് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അത്ര രാവിലെ ഒന്നും എന്തായാലും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും രണ്ടാക്കും സീറ്റെല്ലാം കിട്ടി. പിന്നെ പോകുന്ന വഴിയിലും എല്ലാം നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. കാസർഗോഡ് അങ്ങോട്ട് ഭാഗത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ മഴയ്ക്ക് എനിക്ക് യാത്ര ചെയ്യാൻ തീരെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ബസ്സിലും ട്രെയിനിലെല്ലാം പോകുമ്പോൾ ട്രെയിനിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. നമുക്ക് കുറച്ചും കൂടെ സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. പിന്നെ അഥവാ ഗ്ലാസ് എല്ലാം താത്തിട്ടാലും വലിയ പ്രശ്നമില്ല. പക്ഷേ ബസ്സിൽ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഭയങ്കരമായിട്ട് എന്തോ തിരക്കും കൂടിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഒരുമാതിരി ശ്വാസം മുട്ടുന്ന ഫീലായിരിക്കും. എല്ലാം അടച്ചു പൂട്ടിയിട്ട് നമ്മളിങ്ങനെ ഈ തിരക്കിലിങ്ങനെ ഇരിക്കുകയോ അല്ലെങ്കിൽ നിൽക്കുകയോ ചെയ്യുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. പണ്ട് കോളേജിലെല്ലാം പോകുന്ന ടൈമിൽ ഒരു 2-2.5 വർഷം ഞാനിരുന്ന് ചുഴലിയിൽ നിന്ന് ഡെയിലി പയ്യന്നൂരേക്ക് പിന്നെ കോളേജിൽ പോയി വരലുണ്ടായിരുന്നു. എന്തായാലും ഈ മഴക്കാലത്ത് ബസ്സിൽ കയറാനുള്ള കഷ്ടപ്പാടും, ഇനി അഥവാ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. ആ സമയത്ത് പാസ് കൊടുത്തിട്ടല്ലേ നമ്മൾ പോവുക. അപ്പോൾ പാസ് കൊടുത്തിട്ട് പോകുന്ന കുട്ടികൾ ഇരിക്കൂല. പിന്നെ സീറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇരിക്കാൻ അന്നേരം പേടിയാണ് കേട്ടോ. നമ്മളെ അഥവാ കണ്ടക്ടർ ചീത്ത പറയുമോ. ചില ബസ്സിലെ ആൾക്കാർ കണ്ടക്ടർമാരെന്നെ പറയും കേട്ടോ, നിങ്ങൾ ഇരുന്നോ, അഥവാ ഫുൾ ടിക്കറ്റ് വരുമ്പം എണീറ്റ് കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷേ ചില ബസ്സുകളിൽ നമ്മൾ കയറിയാലും സീറ്റ് ഉണ്ടെങ്കിലും പേടിച്ചിട്ട് ഇരിക്കൂല കേട്ടോ. അതെല്ലാം ഒരു കാലം. അന്നേരത്തെല്ലാം അനുഭവം ഒരു ഭയങ്കരമായിരുന്നു കേട്ടോ. ആ ഒരു കോളേജ് കാലഘട്ടം എന്നെല്ലാം പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു കോളേജ് കാലഘട്ടം. പക്ഷേ ഇതേപോലെയുള്ള യാത്രയും കാര്യങ്ങളെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുമായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മളിതാ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുന്നത് ഉള്ളാൾ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്, മംഗലാപുരത്തല്ല, ഉള്ളാൾ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് പോകുമ്പോൾ നമ്മൾ ഇറങ്ങിയത്. അവിടെ എത്തുമ്പോൾ വലിയ മഴയുണ്ടായിട്ടില്ല, എന്നാലും ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിനെ. അങ്ങനെ ട്രെയിനിൽ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ഇല്ല, ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ ഓട്ടോക്കാർ വന്ന് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ എവിടത്തേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചിട്ട് അവരിങ്ങനെ സ്റ്റേഷനിലേക്ക് തന്നെ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവും. അപ്പം നമുക്ക് പോകുമ്പം അവിടെ നിന്ന് കുറച്ച് ഓട്ടോയ്ക്ക് പോകാനുണ്ട് കേട്ടോ. ഏകദേശം ഒരു ബസ്സുണ്ട് അങ്ങോട്ടേക്ക്. എന്നാലും ബസ് കയറണമെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കണം പോലും. അപ്പോൾ ഇതാണ് ഉള്ളാൾ സ്റ്റേഷൻ കേട്ടോ. ഉള്ളാളിൽ തന്നെയല്ലേ പറയുക? അതെ.
അപ്പോൾ ഇത് ഈ ആൾക്കാരെല്ലാം ഓട്ടോ കയറാൻ പോകുന്നതാണ്. അപ്പോൾ ഓട്ടോക്കാർ തമ്മിൽ ഭയങ്കര മത്സരമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും പിന്നെ ഇതേപോലെ ചെറിയ ഓട്ടോ ആണ്. അതിലൊന്നും 4 ആൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ കയറാൻ പറ്റൂല കേട്ടോ. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ വിളിച്ചിട്ട് പോകാനാണ് വിചാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു 200 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവർ വന്നേരം 150 ഉറുപ്പ്യ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം 150 വാങ്ങിയിട്ടുള്ളൂ. അന്നേരം അവർ പറഞ്ഞു ഇല്ല 200 ഉറുപ്പ്യ ഇല്ലാണ്ട് പോകാൻ പറ്റൂല പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ സ്പെഷ്യൽ ആക്കാം 200 കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ സമയത്തേക്ക് അവരങ്ങനെ എടുക്കുന്നില്ല കേട്ടോ. അവരിങ്ങനെ ഒരാൾക്ക് 60 രൂപ വെച്ചിട്ട് അങ്ങനെ ഓരോ ഓട്ടോയിൽ 4 ആളെ വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ നിർബന്ധിച്ച് കൊടുക്കുവാണ് കയറ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓട്ടോയിൽ ആവൂല, നമുക്ക് 4 ആൾക്ക് ഇരിക്കാൻ എന്തായാലും പറ്റില്ല, വേറെ 2 ആളുണ്ട്, പിന്നെ ഞാൻ അത്യാവശ്യം നല്ല തടിയുണ്ട്, ഏച്ചിയുമില്ലേ, ആ ഓട്ടോയിൽ 4 ആൾക്ക് പറ്റൂല, നമ്മൾ വേറെ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ട് പോയിക്കോളാന്ന് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല കേട്ടോ. അവരങ്ങനെ കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല. എനക്കൊന്ന് നമ്മൾ സ്പെഷ്യൽ വിളിച്ചു പോകുമ്പം പിന്നെ 200 രൂപയാണ് അവർ പറഞ്ഞത്. അവർ 4 ആളെ വെച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് 60 രൂപ വെച്ചിട്ടാകുമ്പം 240 രൂപ കിട്ടുമല്ലോ. അതായിരിക്കും അവരങ്ങനെ കയറ്റാത്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ ആ ഓട്ടോയിൽ പോകുമ്പോൾ. ഞാനിതാ ഏച്ചീനെ എൻ്റെ മടിയിലിരുത്തിയിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് എങ്ങനെയും 3 ആളിരിക്കുമ്പോൾ 3 ആൾ തന്നെ അങ്ങനെ ടൈറ്റായിട്ട് വന്നിട്ട് ആ ഓട്ടോയിലിരിക്കുന്നത്. കുഞ്ഞി ഓട്ടോ അല്ലേ, നമ്മളെ ആപ്പ് ഓട്ടോ ഒന്നല്ല, ഈ സൈഡിലെല്ലാം കാണുന്ന പോലത്തെ കുഞ്ഞി ഓട്ടോ വന്നിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ പോകാൻ. അപ്പോൾ ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലേ, സാധാരണ നോർമലായിട്ട് തന്നെയാണ് അയാൾ പോകുന്നത്. പിന്നീട് കണ്ട ഓട്ടോക്കാർ തമ്മിൽ മത്സരം പോലെയാണ്. ഓരോ ഓട്ടോനെയും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ മത്സരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നുണ്ടായി. എനിക്കെല്ലാം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഞാനെല്ലാം പ്രതിയാടിൻ്റെ കൂടെ സ്കൂട്ടിക്കോ ബൈക്കിനെല്ലാം പോകുമ്പോൾ തന്നെ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇത് ഭയങ്കര സ്പീഡിലാണ്. എന്തോ ഭാഗ്യത്തിനാണ് ബസ്സിൻ്റെയും പാണ്ടിലോറിൻ്റെയും ഒന്നും അടിയിൽ പെടാണ്ട് നമ്മളവിടെ എത്തിയത്. ആ സൈഡിൽ ഇപ്പോൾ ഒരു വലിയ ബിൽഡിങ് കണ്ടിട്ടില്ലേ, കുറേ നിലയുള്ള, അതാണ് കേട്ടോ നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ. ഏകദേശം ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ. പിന്നെ നമ്മളെ കൂടി ഉണ്ടായത് അതിൻ്റെ അപ്പുറത്തെ ഏനപ്പായ്യ അങ്ങനെ എന്തോ ഒരു ഹോസ്പിറ്റലില്ലേ മംഗലാപുരം, അടുത്തേക്ക് പോകാനുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു വിധമായിട്ടുണ്ടായിനെ. ഏച്ചിക്കായാലും കാലുവേദന എടുത്തു, അങ്ങനെ ഇരുന്നിട്ട് എനക്കായാലും ഏച്ചീനെ മടിയിലിരുത്തിയിട്ട് കാലുവേദന എടുത്തു. അങ്ങനെ എന്തായാലും നമ്മളവിടെ എത്തി. അപ്പോൾ നമ്മൾ പോയത് ഇതാ AB ഷെട്ടി ഡെൻ്റൽ ഹോസ്പിറ്റലിലേക്കാണ്. അത്യാവശ്യം വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ, ഒരു 7-8 നില, ഈ പല്ലിൻ്റെ മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ഏച്ചി ഇതിന് മുന്നേയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 10 മണിയാകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പം. അപ്പോൾ ഏച്ചി പറഞ്ഞു എന്തായാലും റൂട്ട് കനാൽ ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഹോസ്പിറ്റലിൽ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റ്, ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്. നല്ല വലിയ ഹോട്ടലാണ്, ഇരിക്കാനുള്ള ഒരുപാട് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ശ്രീരത്നം റെസ്റ്റോറൻറ്റ് കേട്ടോ, അതാണ് അതിൻ്റെ പേര്. അപ്പോൾ പോയപ്പോൾ തന്നെ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ഏതെല്ലാം ഫുഡ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞ് നമ്മൾ പൈസ അടച്ചിട്ടാകുമ്പം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം കേട്ടോ. നമ്മൾ ഫുഡ് അവിടുന്ന് നമ്മൾ പോയി ക്യൂ നിന്ന് വാങ്ങിയിട്ട് വരണം. അപ്പോൾ ഏച്ചി എന്നോട് പറഞ്ഞു നീ എന്തായാലും ആടെ ഇരുന്നോ, ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ആടെ ഏച്ചീനെ വെയിറ്റ് ചെയ്തിരിക്കലാന്ന് കേട്ടോ. ഒരു 10-15 മിനിറ്റ് എന്തായാലും ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഏച്ചി വരുന്നുണ്ടോ എന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു. അങ്ങനെ നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിനി. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ പോയി ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏച്ചി ആ മസാല ദോശ വെച്ചിട്ട് വീണ്ടും ചായ എടുക്കാൻ പോയിട്ടുണ്ടേ. മസാല ദോശ എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊരു നോർമൽ ദോശ ഉണ്ടാക്കൂലേ, അത്രയും വലിപ്പം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലൊരു കുറച്ച് മസാലയും പിന്നെ ചട്നിയും സാമ്പാറും അത്രയാണ് ഉണ്ടായത്. ശരിക്കും വയറ് നിറയാനുള്ളത് ഇല്ല കേട്ടോ. 45 രൂപ 50 രൂപ അങ്ങനെയാണ് മസാല ദോശക്ക്. പിന്നെ ഓരോ ചായയും വാങ്ങിയിട്ടുണ്ടായിനെ. ചായ കുഴപ്പമില്ല, നല്ല ചായ തന്നെയായിരുന്നു. മസാല ദോശയും കുഴപ്പമില്ല, പക്ഷേ എന്താണ് അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരുന്നു കേട്ടോ. നമുക്ക് സാധാരണ നമ്മളെ നാട്ടിലെല്ലാം ഒരു മസാല ദോശ വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം വയറ് ഫില്ലാവൂലേ, പക്ഷേ ഈ ഒരു ദോശ കഴിച്ചിട്ട് ഒന്നും ആയിട്ടുണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് സമയവും ലേറ്റ് ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിനെ. അപ്പോൾ ദോശക്ക് കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു, അതാണ് ഞാൻ ഏച്ചിനോട് പറയുന്നത് കുറച്ച് ഉപ്പ് അധികമല്ലേന്ന്. എന്തായാലും പിന്നെ ആ ദോശയെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മളിതാ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്തിങ്ങനെ ഇരിക്കാനുള്ള നല്ല അടിപൊളി സൗകര്യമെല്ലാം ഉണ്ട് കേട്ടോ. നമുക്കാരെങ്കിലും ഇങ്ങനെ ഇവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ഇരിക്കണമെങ്കിൽ നല്ല അടിപൊളി സെറ്റപ്പെല്ലാം കേട്ടോ അവിടെ. പക്ഷേ മഴ പെയ്യുമ്പോൾ ഇരിക്കാൻ പറ്റൂല, ആ ഫുള്ള് ആ ഇരിക്കുന്ന ബെഞ്ചിലെല്ലാം ഫുള്ള് വെള്ളമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അകത്ത് കയറി ഏച്ചിക്ക് എത്രയോ 10 മണിക്ക് അങ്ങനെയായിട്ടാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ ഏച്ചീനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി.
മൂന്നാമത്തെ നിലയിലായിരുന്നു ഈ റൂട്ട് കനാലിൻ്റെ സെക്ഷൻ. അങ്ങനെ ഓരോന്നിനും ഓരോ ഫ്ലോറിലാണ് കേട്ടോ. അപ്പം ഞാനും പല്ല് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഒന്നും തിരിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ പല്ല് കാണിക്കണമെങ്കിൽ ഏറ്റവും താഴത്തെ നിലയിലേക്ക് പോകണം. പിന്നെ ഏച്ചീനെ ആണെങ്കിൽ കയറ്റിയിട്ടാകുമ്പോൾ ഇത് ഇടയ്ക്ക് ഇതുപോലെ എന്തോ എക്സ്റേ എടുക്കാൻ മാത്രം അവർ പുറത്തിറക്കുന്നുണ്ടായിന്. ഏകദേശം ഒരു 10:30 കയറ്റിയിട്ട് 1:30 കേട്ടോ ഏച്ചി ഇത് ചെയ്ത് കഴിഞ്ഞത്. ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിന്. എനക്കാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് ബോറടിച്ച് ഞാനൊരു ലിഫ്റ്റിൻ്റെ മുന്നിലാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായേ. അപ്പോൾ ആ ലിഫ്റ്റ് പോകുന്നതും വരുന്നതും ഇങ്ങനെ നോക്കിക്കൊണ്ട് എനിക്ക് ഈ ലിഫ്റ്റിൽ കയറാനോ അതിൻ്റെ ഈ എന്താണ് അതിൻ്റെ സംഭവങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ കയറുമ്പം ഏത് ഞെക്കണം എങ്ങനെ ഞെക്കണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത്രയും കാലമായിട്ട് അങ്ങനെ ഞാൻ കയറിയിട്ടുമില്ല ലിഫ്റ്റിൽ. ഒരു പ്രാവശ്യം അങ്ങനെയായിട്ട് ഇടുന്നോ കയറിയതേ ഇല്ലു. അപ്പോൾ എന്തായാലും ഒരു 3 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് ഞാൻ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലിഫ്റ്റിൽ കയറുമ്പോൾ ഏത് ഞെക്കണം, ഇത്രാമത്തെ നിലയിലാണ് പോകേണ്ടതെങ്കിൽ ഇങ്ങനെ ഞെക്കണം, കാര്യങ്ങളെല്ലാം ആ 3 മണിക്കൂർ കൊണ്ട് ഞാൻ പഠിച്ചു കേട്ടോ. അപ്പോൾ ആ ലിഫ്റ്റിൽ ഒരേട്ടനുണ്ടായിനെ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന അവരിങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കും, ഞാൻ അവരെ തന്നെ നോക്കും. ഞാൻ ആ ഒറ്റ ഇരിപ്പാണ് 3 മണിക്കൂർ അവിടെ തന്നെ ഫോണും നോക്കിക്കൊണ്ട്. റേഞ്ചും ഇല്ല, നെറ്റും കിട്ടുന്നില്ല, ആരെയും വിളിക്കാനും പറ്റൂല, ഫോണിൽ എന്തെങ്കിലും റീൽസ് കാണാമെന്ന് വെച്ചാൽ അതും ഇല്ല. പിന്നെ ട്രെയിനിൽ തന്നെ പരമാവധി നോക്കി ചാർജ് തീർന്നിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ഇരുന്നതിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാണ്ട് ഫോണിൽ ചാർജെല്ലാം ചെയ്ത് അങ്ങനെ ഒരു 1:30 ഏച്ചി വന്നു. പിന്നെ നമ്മളൊന്ന് ബാത്റൂമിലെല്ലാം പോയി ഒന്ന് ഫ്രഷായിട്ട് പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. കാരണം എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് 1:45. പിന്നെ നമുക്ക് 2:25 ട്രെയിൻ. ഇനി നമുക്ക് ഉള്ളാളെന്ന് ട്രെയിനില്ല, നമുക്ക് മംഗലാപുരം സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ ഈ 2:25 കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ 4:30 അങ്ങനെ ഇല്ലു കേട്ടോ. അതിൻ്റെ ഇടയിലാണെങ്കിൽ ചേച്ചിക്ക് ഒരു ഗുളിക കഴിക്കാനുണ്ടായി. അങ്ങനെ വേഗം ഗുളിക വാങ്ങാൻ വേണ്ടി പോയി. ഞാൻ വേഗം വെള്ളവും വാങ്ങിക്കൊടുത്ത്. അപ്പോൾ ആ കാണുന്ന ബസ്സിനാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വേഗം ഗുളിക വാങ്ങിയിട്ട് പിന്നെ വേഗം ബസ് കയറി കേട്ടോ. ബസ് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ രാവിലെ ഓട്ടോൻ്റെ പറഞ്ഞതിൻ്റെ അപ്പുറമാണ് കേട്ടോ. ഭയങ്കര സ്പീഡായിരുന്നേ. ഞാനാണെങ്കിൽ മുന്നിലെ ഡോറിൻ്റെ അടുത്തായിരുന്നു. അതിനാണെങ്കിൽ വാതിലും ഇല്ല. ഒരു തെറിക്കലങ്ങ് തെറിച്ചിട്ടുണ്ടെങ്കിൽ റോഡ് കിടക്കും. അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പിന്നെ എണീറ്റിട്ട് പെട്ടി സീറ്റിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് വീഡിയോ എടുത്തൊന്നും ശരിക്കും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഓടിപ്പാഞ്ഞ് നമ്മൾ ട്രെയിനിൽ കയറലും ട്രെയിൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ വണ്ടി കയറാൻ ഓടുന്ന ഓട്ടത്തിൽ സൈഡിൽ നിന്ന് ഒരു പഴംപൊരിയോ പരിപ്പൊടിയോ എന്തോ വാങ്ങിയിട്ടുണ്ടായിന്. അത് നമ്മൾ ട്രെയിനിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിന്. സാധാരണ ഞാൻ എല്ലാവരോടും പറയും എനിക്ക് ഈ വിശപ്പ് എന്നുള്ള വികാരം ഉണ്ടാവില്ല, അത്ര അങ്ങനെയല്ല. രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോൾ ഉച്ചക്ക് കഴിക്കൊന്നുമില്ല, പിന്നെ അങ്ങനെയെല്ലാം ഉണ്ടേ. അപ്പോൾ എനിക്ക് വിശക്കലൊന്നുമില്ല. ഇത് വിശപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെയും മര്യാദക്ക് കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ നമ്മളിതാ വൈകുന്നേരം ആയാലും പയ്യന്നൂരെത്തി. വലിയ മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അമ്മ പറഞ്ഞു പിന്നെ ആകെ ടെൻഷനായി പോയിന്. കാസർഗോഡ് ഭാഗത്തേക്ക് ഭയങ്കര മഴയും വെള്ളമെല്ലാം ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോയേ, അതുകൊണ്ട് ടെൻഷനായി പോയിന്. എന്തായാലും കുഴപ്പമൊന്നുമില്ലാണ്ട് തിരിച്ചെത്തിയല്ലോ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ എന്തായാലും ആ മംഗലാപുരം പോയിട്ട് ഏച്ചിയത് ഇപ്പം താൽക്കാലികമായിട്ട് പിന്നെ ഇങ്ങനെ എന്തോ റൂട്ട് കനാൽ ചെയ്തിട്ടായില്ലേ. ഇനിയിപ്പം ഇപ്പോൾ അടുത്ത ആഴ്ചയാണ്, ഇപ്പോൾ ഒരു ദിവസം കൂടെ അത് ശരിക്ക് പെർമനൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ വേഗം ഒരു കടയിൽ കയറിയിട്ട് പിള്ളേർക്ക് സ്നാക്സും കൂടെ വാങ്ങിയേ. എന്തെങ്കിലും വാങ്ങിയിട്ട് പോകണമെന്ന് ഫോൺ വിളിച്ചേരം പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ സ്നാക്സും വാങ്ങി അവിടെ നിന്ന് പിന്നെ നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോവാന്ന്. അപ്പോൾ ഓട്ടോക്കാർ പറഞ്ഞിട്ടുണ്ടായിന് വെള്ളമാണെങ്കിൽ അങ്ങോട്ടേക്ക് വരൂല എന്നെല്ലാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വഴിയിൽ വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ രാവിലെ വരുമ്പം ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഉണ്ടെങ്കിൽ നിങ്ങൾ ആടെ ഇറങ്ങിയിട്ട് നടന്നോന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും നമ്മളിതാ ഓട്ടോക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെ റോഡുമേലൊന്നും വെള്ളം ഉണ്ടായിട്ടില്ല കേട്ടോ. തിരിച്ച് വരുമ്പം സൈഡിലെ കണ്ടത്തിലുള്ള അതുപോലെ വെള്ളമുണ്ട്, പക്ഷെ റോഡുമേലേക്കൊന്നും വെള്ളം കയറിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ എത്തി. എന്നിട്ട് ഇതാ വീട്ടിലേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ കണ്ട നമ്മളെ വീട്ടിൻ്റെ മുന്നിലേക്ക് കൂടി ഒന്ന് ട്രെയിൻ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ വിളിച്ചാൽ അമ്മ ഇതുപോലെ ട്രെയിൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞാൽ ട്രെയിൻ വന്നു തുടങ്ങി ഫോൺ വെച്ചോന്ന്. അപ്പം ഞാൻ വേഗം ഫോൺ വെച്ച് അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് തണുപ്പായതുകൊണ്ട് ഇതാ ഓരോരാളും ഓരോ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ടി വിയും കണ്ടുകൊണ്ട്. നമ്മൾ ദേവൂട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അമ്മ വിളിച്ചേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നല്ല ഉറക്കമാണ്, പിന്നെ വിളിച്ചിട്ട് എണീക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എണീപ്പിക്കണ്ട, ചിലപ്പം അങ്ങനെ ഓളെ ഉറക്കം തെളിയാണ്ട് എണീപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാശിയായിരിക്കും, ഞാൻ വന്നിട്ട് എണീപ്പിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ദേവൂന് ഇതുപോലെ ആരെങ്കിലും കയ്യിൽ വേണം കിടക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അനുവും ഓളെടുത്ത് കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതാ വിളിച്ചിട്ട് എണീക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല, നല്ല മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അറിഞ്ഞിട്ടുണ്ടായിനെ കണ്ട, അത് ഏച്ചിയാണ് നമ്മൾ കൂട്ടാണ്ട് പോയോണ്ട്. ഏച്ചി ആയാലും വിളിക്കുമ്പോൾ വല്യമ്മ പോ, വല്യമ്മേനെ വേണ്ട, അമ്മേനെ വേണ്ട, പിന്നെ എന്നെ കൂട്ടാണ്ട് പോയിട്ടില്ലേ എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തിലായിരുന്നു.
കുറച്ച് സമയം ഭയങ്കര കലിപ്പിലായിരുന്നു കേട്ടോ. എണീക്കുന്നേ ഉണ്ടായിട്ടില്ല. രാവിലെ ഫോൺ വിളിച്ചാലും ഒന്നും മിണ്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെത്ര വിളിച്ചിട്ടും മിണ്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉച്ചക്ക് എങ്ങാനും ഒന്ന് വിളിച്ചാലാണ് ഒരു പ്രാവശ്യം ഫോൺ എടുത്തിട്ട് അമ്മയെ എന്തോ മുട്ടായി കൊണ്ടുവരണേന്ന് അപ്പം കൊണ്ടുവരണേന്നെങ്ങാനും പറഞ്ഞത് കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ കളിപ്പിച്ച് പിന്നെ അപ്പം കൊണ്ടുവന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമുക്ക് ചുഴലി പോകണ്ടേന്നെല്ലാം പറഞ്ഞ് അപ്പം ഞാൻ അന്ന് തന്നെ ചുഴലിയിലേക്ക് പോകാനാണ് കേട്ടോ പ്ലാൻ ഇട്ടിട്ടുണ്ടായിന്. പിറ്റത്തെ ദിവസം എന്താണ് സ്കൂളിൽ പോകണമല്ലോ. അപ്പം മംഗലാപുരത്ത് നിന്ന് എത്തിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 5 മണിയായിട്ടുണ്ടായിനെ. എന്നിട്ട് ഞാൻ വിചാരിച്ചു വേഗം ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന്. പക്ഷെ നമ്മളെ ഇങ്ങോട്ടേക്ക് നമുക്ക് ടൗണിലേക്ക് പോകണമെങ്കിൽ 2 വഴിയുണ്ട്. ആ 2 വഴിക്കും വെള്ളം കയറിയത് കൊണ്ട് ഓട്ടോയൊന്നും അങ്ങോട്ടേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് എന്തായാലും ടൗണിലെത്തിയാലല്ലേ ബസ് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും പോകാൻ പറ്റൂല. പിറ്റത്തെ ദിവസം രാവിലെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുവാന്ന് കേട്ടോ. എനിക്ക് അന്ന് തന്നെ പോകാമെന്നുണ്ടായിന്. എന്തായാലും രാവിലെ അങ്ങ് ഇറങ്ങിയതല്ലേ, ആ ഒരു ഇതിൽ തന്നെ തിരിച്ച് ചുഴലിയിലേക്ക് പോകാമെന്നുണ്ടായിന്. പക്ഷെ എന്തായാലും മഴ കാരണം നമ്മളെ പോക്ക് മുടങ്ങി. പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിന്, ആടിയും വെള്ളം കയറുന്നതെന്ന് പറയുമ്പം അതും ഒരു ടെൻഷൻ ഉണ്ടായിന്. പിന്നെ വൈകുന്നേരം വിളിച്ചു ചോദിച്ചാലും പറഞ്ഞു മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ വെള്ളം കയറിയത് താണിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് വെള്ളം താണിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ എന്തായാലും ഇത് അപ്പോൾ ദേവൂട്ടിയും ചോറുണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. ഉച്ചക്കേ കിടന്നുറങ്ങുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു എണീക്ക്, പിന്നെ നമുക്ക് രണ്ടാക്കും ചോറുണ്ണാലോ എന്നെല്ലാം പറഞ്ഞ് ദേവൂട്ടിനെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുവാന്ന് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മളിതാ ചോറുണ്ണാനിരുന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേഗം മുട്ടയാക്കി തന്നു. ദേവുവിന് 2 കഷ്ണം ചിക്കൻ അമ്മ തലേ ദിവസത്തെ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിനെ. പിന്നെ നമ്മൾ മുട്ട ബോണ്ട കൊണ്ട് പോയിട്ടുണ്ടായിനെ, അതും ഒരു സൈഡിലുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ചോറും ചക്കക്കുരു വറവും പിന്നെന്താ മുട്ട ഓംലെറ്റും എടുത്തു കേട്ടോ. തൈരും പുളിശ്ശേരി ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കൂട്ടലില്ല. എന്നിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു നീ ഒന്ന് കൂട്ടി നോക്കിയാൽ നല്ല മാമ്പഴ പുളിശ്ശേരി പോലെയുണ്ട്. അപ്പോൾ അമ്മ കുറച്ച് പഴുത്ത കപ്പക്കയില്ലേ, നല്ല പഴുത്തതല്ല പച്ചയല്ല, ഒരു ഇടത്തരം മീഡിയം ആയിട്ടുള്ള ഒരു കപ്പക്കയാണ്, അതാണ് കറി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ആ തൈരിൻ്റെ അകത്ത് ആ പുളിശ്ശേരിയും കൂടി ഒഴിച്ച് കൂട്ടിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ വേണ്ടി വന്നാൽ ചിലപ്പം കൂട്ടുന്നല്ലാണ്ട് അങ്ങനെ ഞാൻ വെക്കലുമില്ല പുളിശ്ശേരി. പ്രത്യേകമായിട്ടും ഇഷ്ടമല്ല, പിന്നെ എനക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെക്കലേ ഇല്ല കേട്ടോ. പിന്നെ അമ്മ അന്ന് മാമ്പഴം പുളിശ്ശേരി വെച്ചേറെല്ലാം ഞാൻ കൂട്ടിയിട്ടുണ്ടായിനെ. അല്ലാണ്ട് ഈ വെള്ളരിക്ക കപ്പക്ക പുളിങ്കറി അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ അന്ന് ഇനി ആ വിശപ്പ് കൊണ്ടാണോ അറിയില്ല, അത്യാവശ്യം നല്ലോണം ചോറുണ്ടിട്ടുണ്ടായിന് ഞാൻ. അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ചോറുണ്ടിട്ടുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശപ്പ് എന്താണെന്ന് അന്ന് അറിഞ്ഞു. അപ്പോൾ ദേവൂട്ടി ചക്കക്കുരു വേണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ദേവൂട്ടിക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ദൈവവും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ആ കുറച്ചൊരു മധുരത്തോട് കൂടിയില്ല കപ്പൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് കായെല്ലാം ഇട്ടിട്ടാണ് ആക്കിയിട്ടുണ്ടായിന്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ചേച്ചി അപ്പുറത്തിരുന്ന് ചോറുണ്ണുന്നുണ്ട്, ഞാനും ദേവൂട്ടിയും കൂടെ ഇരുന്ന് ചോറുണ്ണലാണ്. അങ്ങനെ ആ ചോറുണ്ട് കഴിയാനാകുമ്പോഴത്തേക്ക് തലേ ദിവസം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ചക്ക ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അച്ഛൻ അന്ന് പൊറോട്ട ഉണ്ടെന്നുകൊണ്ട് ആ ചക്ക എടുത്തിട്ടില്ല. അങ്ങനെ അമ്മ വേഗം കുറച്ച് ചക്കയും ചൂടാക്കി കൊണ്ട് തന്ന് അതും തിന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ എന്ത് കുടിച്ചു, ചായ കുടിച്ചു കേട്ടോ. ചായ കുടിച്ചു. അതിൻ്റെ പരം മറ്റേ നമ്മൾ കൊണ്ടുവന്ന മുട്ട ബോണ്ട തിന്നു. പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടെ തിന്നിട്ടുണ്ടായി, മറന്നുപോയി. ഞാൻ പറയില്ലേ എപ്പം പറയുന്നാലും ഇവിടെ വരുമ്പോൾ മരണത്തീറ്റ കേട്ടോ, ഡയറ്റൊന്നും നടക്കുകയില്ല. പിന്നെ നമ്മളെ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ഇത്. പക്ഷേ ഞാൻ വാങ്ങി തിന്നലില്ല. പയ്യന്നൂർ പോയി കഴിഞ്ഞാൽ അച്ഛനോട് ഞാൻ പറയാം കേട്ടോ പിള്ളേർക്ക് ആ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വരണമെന്ന്. അന്നേരം അതിൻ്റെ കൂടെ ഒരെണ്ണം എനക്കും കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ പോയ സമയത്ത് ഇവർ അത് തിന്നിട്ടുണ്ടായിനെ. ഞാൻ വരുമ്പോൾ വാങ്ങിയതാണെന്ന് തോന്നുന്നു. തലേ ദിവസം ഞാൻ വരുമ്പോൾ ആ ബിസ്ക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിന്. എന്നിട്ട് പിന്നെ എൻ്റെ ചേച്ചീൻ്റെത് ഓരോന്നവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തുണ്ടെങ്കിലും നമ്മളത് എല്ലാവർക്കും ഒരുപോലെ വീതിച്ചെടുക്കും. പിള്ളേർക്ക് കൊടുത്തിട്ട് അമ്മ നമുക്ക് രണ്ടാക്കും അവിടെ വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായയും മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റും കഴിക്കുവാണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒന്ന് കഴിച്ച് നോക്കണം എന്നുണ്ട്. ഇത് മറ്റേ ചീസിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒറ്റൊന്നേ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം തിന്നു. അന്നത്തെ ദിവസം നല്ലോണം വന്നതിന് ശേഷം നല്ലോണം തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെല്ലോ ആയിട്ട് തിന്നിട്ടുണ്ടായിരുന്നു. വാരി വലിച്ച് തിന്നു തന്നെ വേണമെങ്കിൽ പറയാം. അന്ന് ഡയറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടല്ല. പക്ഷേ അത്രയും വിശപ്പായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നല്ലോണം ചോറെല്ലാം കഴിച്ചില്ലേ, എന്തായാലും രാത്രിക്കത്തെ ഫുഡിനെ ഒഴിവാക്കുക, രാത്രി ഇനി ഒന്നും കഴിക്കുന്നില്ല എന്ന് ഞാൻ അന്നേരേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഒരു വൈകുന്നേരം സന്ധ്യ സമയത്ത് എന്തെങ്കിലും ഇനിയിപ്പോൾ ഒരു ചായൻ്റെ കടിയായാൽ പോലും തിന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാത്രി കഴിക്കലില്ല കേട്ടോ.
പിന്നെ ഇതാ രാവിലത്തെ സങ്കടമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ദേവുകുട്ടീനെ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ കളിപ്പിക്കുവാന്ന് കേട്ടോ. അതിൻ്റെ ഇടയിൽ ദേവുകുട്ടിക്കാണെങ്കിൽ ഭയങ്കര വാശിയാണ്, ഓരോ കാര്യത്തിനും വാശി പിടിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അനു ബേക്കിൽ വന്നിട്ട് എൻ്റെ മുടി ഇതാ ഓരോ സ്റ്റൈലിൽ ഇങ്ങനെ കെട്ടിത്തരുവാന്ന് കേട്ടോ. സൈഡിൽ നിന്നും അടുത്തും ഇവിടുന്നെല്ലാം എടുത്തും മടഞ്ഞിട്ടെല്ലാം കെട്ടിത്തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബേക്കിലെ ലുക്ക്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ ഇവയ്ക്ക് ഇങ്ങനെ കെട്ടിത്തന്നൂടെ. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തലേ ദിവസം ഏച്ചിയുടെ മുടിയിൽ ഇതേപോലെ ഒരു ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചിന്. പിന്നെ ഇതാ ഈ 4 മടിയാന്നറിയില്ലേ, അങ്ങനെ മടഞ്ഞു തന്നിട്ടുണ്ട്. അതിനിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനിട്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ പണ്ടത്തെ മുടിയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും, നല്ല നീളം മുടിയല്ലേ. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് കുളിച്ചിട്ട് വരാമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ കുളി കഴിഞ്ഞ് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ എൻ്റെ ഫുഡടി അതോടെ ഞാൻ അവസാനിപ്പിക്കാനാണ് വിചാരിച്ചേന്. അപ്പോഴത്തേക്കാണ് അനു പിന്നെ രാവിലത്തെ ദോശക്കൂട്ടിൻ്റെ അകത്ത് എന്താണ് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ആവിക്ക് ഒഴിച്ചിട്ടുണ്ടായിന്. പക്ഷെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. കാരണം ഈ നമ്മളെ ഉഴുന്ന് ദോശേൻ്റെ കൂട്ടാനെ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടാക്കിയതുകൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞു വലിയ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കില്ല അതെന്ന്. പക്ഷെ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിനി, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഞാനൊരു കടി കടിച്ചിട്ട് നമ്മളെ അപ്പൂട്ടന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ കടി അതും കഴിച്ചു. പിന്നെ ഇത് അപ്പൂട്ടൻ എനിക്ക് വായിൽ വെച്ചിടാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടാന്ന്. ഓനാണെങ്കിൽ അതിൻ്റെ മധുരമുള്ള ഭാഗം മാത്രം ഇങ്ങനെ കടിച്ച് തിന്നിട്ട് ബാക്കി എന്നെക്കൊണ്ട് തീറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഓൻ ശ്രമിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പൂട്ടൻ്റെ ബുക്കെല്ലാം എടുത്തു വന്നിട്ടുണ്ട്. ആ ബുക്ക് എടുത്തിട്ട് വന്നത് പറഞ്ഞാൽ നന്ദുവിന് ഹോംവർക്ക് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനോ എൻ്റെ ബുക്ക് എടുപ്പിച്ച് എന്നിട്ട് ഇംഗ്ലീഷ് തന്നെയാണോ ഏതോ ഹോംവർക്ക് ഉണ്ടായിന്. അപ്പോൾ അപ്പു 5ാം ക്ലാസ്സിലാണല്ലോ. എന്നിട്ട് ഓൻ്റെ ടെസ്റ്റ് എടുത്തിട്ട് ഞാൻ വേഗം ഹോംവർക്കെല്ലാം ഒക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അച്ഛൻ എത്തിയിട്ടുണ്ട്. അച്ഛൻ വരുമ്പം പിന്നെ ഒരുപാട് കെട്ടുകൾ ഉണ്ടാവുമല്ലോ കയ്യിൽ മക്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട്. അപ്പോൾ അന്നെന്തോ അച്ഛനെന്തോ കടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് കിഴങ്ങ് ഊരി എങ്ങാനാണ്. സാധാരണ അച്ഛൻ അങ്ങനത്തെ ഐറ്റംസ് അടക്ക് കൊണ്ടുവരലുണ്ടല്ലോ, പിന്നെ എപ്പോഴൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതാ ചിപ്സ്, അനുവിൻ്റെ കയ്യിലുള്ള ചിപ്സാണ് കേട്ടോ. അതെല്ലാം നമുക്ക് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. അങ്ങനെ അച്ഛനെത്തിയിട്ടുണ്ട്. അച്ഛൻ വരുമ്പോൾ നല്ല മഴയുണ്ടായിന് കേട്ടോ. അച്ഛൻ കോട്ടിട്ടിട്ടാണ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വണ്ടി എവിടെയാണ് വെച്ചിനെന്ന് ചോദിച്ചാൽ ഇളയപ്പൻ്റെ വീട്ടിലാണ് വെച്ചിനെന്നെല്ലാം പറയുന്നതാണ്. അങ്ങനെ പിന്നെ ഫുഡിന് നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു സാധനം കൂടെ തിന്നേണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ ഇതാ ദേവൂട്ടിക്ക് അച്ഛൻ ബലൂണെല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ബലൂണ് വേണം, വേറെ എന്തെല്ലാം വേണമെന്നെല്ലാം വിളിച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ബലൂണ് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മുഖത്ത് കണ്ട കുറേ ദിവസമായിട്ട് വലിയൊരു കുരു വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. കൊതുക് കടിച്ചതാണോ അതോ ഇനി മുഖക്കുരുവാണോ എന്താണെന്ന് അറിയില്ല. മുഖക്കുരുവാ. ദേവൂട്ടി ഇപ്പം നോക്കിയിട്ട് പറയാം എന്നിട്ട് മുഖക്കുരുവാണെന്ന്. അങ്ങനെ പിന്നെ അച്ഛൻ കൊണ്ടുവന്ന കിഴങ്ങുപൊരിയിൽ ഇതാ ദേവൂട്ടിക്ക് കിട്ടിയ കിഴങ്ങുപൊരി കാണുമ്പോൾ ഏകദേശം ഒരു ആനേൻ്റെ ഷേപ്പെല്ലാം തോന്നുന്നില്ലേ, ഏകദേശം തുമ്പിക്കൈയും കാലും കൈയെല്ലാം. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ട ആനേനെ നമുക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവൂട്ടീൻ്റെ അടുത്ത് നിന്ന് വാങ്ങി കാണിച്ചു തന്നെയാണ്. അങ്ങനെ പിന്നെ ഒരു കിഴങ്ങുപൊരി തന്നു. അപ്പോൾ ഞാൻ പറയാന്ന് ഇന്നത്തെ വ്ളോഗിൽ ഫുള്ള് തീറ്റയാണെന്ന് ഞാൻ പറയാന്ന് കേട്ടോ. എണ്ണക്കടിയെല്ലാം ഒഴിവാക്കണം എന്നൊക്കെ അറിയാം, എന്നാലും ഇതെൻ്റെ ട്രെയിനർ കാണുന്നുണ്ടെങ്കിൽ അതുല്യ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കലമ്പ് കിട്ടൂല. ഇത്രയും ഞാൻ ഫുഡ് കഴിക്കുന്നത് കാണുമ്പം പിന്നെ വെയിറ്റ് കൂടാണ്ട് എന്നാ വേണ്ടതെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ. പക്ഷെ ഞാൻ എപ്പോഴും ഒന്നും ഇങ്ങനെ കഴിക്കലില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അന്നത്തെ വിശപ്പ് കാരണം അങ്ങനെ കഴിച്ചതാണ്. എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഇവർ നിർബന്ധിക്കുമ്പോൾ നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ. പിന്നെ ഞാൻ വിചാരിക്കും എപ്പോഴെങ്കിലും ഒരു ദിവസമല്ലേ, നമ്മളെല്ലാ ദിവസവും ഇതുപോലെയൊന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അമ്മ ഒരു സൈഡിൽ ഇരുന്നിട്ട് നാളെ എനിക്ക് കൊണ്ടുപോകാനില്ല സ്നാക്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. അച്ഛൻ കൊണ്ടുവന്നത് അമ്മ എടുത്തു വെക്കുന്നുണ്ട്. അച്ഛനും മോളും ഇതാ സ്നേഹപ്രകടനം നടത്തുവാണ്. നാളെ രാവിലെ നമുക്ക് പോകണമല്ലോ. അപ്പോൾ അവരവരെ വിശേഷങ്ങളും പറഞ്ഞിരിക്കലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മളെ മംഗലാപുരം പോയ വിശേഷങ്ങളും എൻ്റെ കുറച്ച് തീറ്റ വ്ളോഗും എല്ലാം കൂടി ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.